വിചാരിക്കുന്ന ലഹരി ഉപയോഗിക്കുന്നവൻ മാത്രമാണ് നശിക്കുന്നത് എന്നാണ്. എന്നാൽ അതൊരു തെറ്റായ ചിന്തയാണ്. ലഹരിക്ക് അടിമപ്പെടുന്ന ഒരാൾ ഒറ്റയ്ക്കല്ല നശിക്കുന്നത്. അയാളുടെ കുടുംബം, അയാളുടെ ജീവനത്തിൽ സ്നേഹിക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ അത് മുഴുവനാണ് അവരൊക്കെയാണ് ഇല്ലാതാകുന്നത്. കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ വെറുമൊരു കൗതുകത്തിന് അല്ലെങ്കിൽ ഒരൊറ്റ വട്ടം എന്ന് കരുതിയാണ് പലരും ഇത് തുടങ്ങുന്നത്. പക്ഷേ ആ ഒരൊറ്റ വട്ടം പിന്നീട് ഒരു ശീലമാകും. ആ ശീലം നിങ്ങളുടെ അഡിക്റ്റ് ആക്കും. പതുക്കെ പതുക്കെ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നിങ്ങളുടെ ഒരുപാട് നല്ല ആരോഗ്യം എല്ലാം അത് ഒറ്റ നിമിഷം കൊണ്ട് കവർന്നെടുക്കും. ഉപയോഗിക്കുന്നതിനല്ല, കൂടെയുള്ളവ എത്ര നിർബന്ധിച്ചാലും എൻ്റെ ലൈഫിൽ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാനുള്ള ആ ചങ്കൂറ്റം നിങ്ങൾ കാണിക്കണം. അവിടെയല്ലേ നമ്മൾ ഹീറോയിസം കാണിക്കേണ്ടത്? അല്ലേ? അവിടെയാണ് നമ്മൾ ഹീറോയിസം കാണിക്കേണ്ടത്. ആ ഹീറോയിസം കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ നെഞ്ച് പിടിച്ചിട്ട് നിന്നിട്ട് കാര്യമുണ്ടോ? നമ്മളവിടെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ എത്ര വലിയ ലഹരിക്ക് അടിമയായി പോയി എന്ന് നമുക്ക് തോന്നുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാനുള്ള ഒരു തൻ്റെ നമ്മൾ കാണിക്കണം. നമ്മളൊരാൾ ഒരു ട്രക്ക് ഉപയോഗിക്കല്ലെന്ന് ചോദിക്കുമ്പോൾ നോ എന്ന് പറയാനുള്ള ആ ഒരു നെഞ്ചൂത്തുണ്ടല്ലോ, അത് നിങ്ങൾ നോക്കണം. അത് പറയണം, എനിക്കത് വേണ്ട, നോ എന്ന് നെഞ്ച് ഹൃദയത്തെ പിടിച്ചുകൊണ്ട് ചങ്കൂറ്റത്തോട് പറയാൻ കഴിയണം. എത്ര കുടുംബാംഗങ്ങളാണ് ഇല്ലാതാവുന്നത്? എത്ര കുടുംബത്തെയാണ് നശിക്കുന്നത്? സ്വന്തം അച്ഛനെന്നോ, സ്വന്തം അമ്മയെന്നോ, സ്വന്തം പെങ്ങളെന്നോ, സ്വന്തം മകൾ അല്ലെങ്കിൽ ഭാര്യ, കുടുംബം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇന്നത്തെ സമൂഹം ഇങ്ങനത്തെ തന്നെയല്ലേ? എന്തിനാണ് നമ്മൾ ലഹരി ഉപയോഗിക്കുന്നത്? ഇതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത്? നാശത്തിലേക്കാണ് നമ്മുടെ പോക്ക്. നാശത്തിലേക്കേ പോകൂ. ഈ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ലൈഫ് നിങ്ങൾ ലഹരി ഉപയോഗിച്ചാൽ കിട്ടുമോ? മരണമല്ലാതെ. എന്നിട്ട് നിന്നിങ്ങനൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. കുറ്റകൃത്യം തന്നെയാണ്. എല്ലാത്തിനും ഒരു സമയപരിധിയുണ്ട്, എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന എത്രയോ പേര് പിടിക്കപ്പെടുകയാണ്. അവിടെ കോളേജ് വിദ്യാർത്ഥിയെന്നോ അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയെന്നോ യുവാക്കളെന്നോ വൃദ്ധരായ ആളുകളെന്നോ പ്രായമെന്നോ ആണോ പെണ്ണോ എങ്ങനെ, ഇതാണ് ഇന്നത്തെ സമൂഹം. ഇതിനെതിരെ നമ്മൾ പോരാടുകയാണ് വേണ്ടത്. ലഹരി ഉപയോഗിക്കാതെ നല്ല രീതിയിൽ നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ചങ്കൂറ്റം അത് നമ്മളെ കളയാൻ പാടില്ല. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നല്ല രീതിയിൽ ജീവിക്കുക, ലഹരി ഉപയോഗിക്കാതിരിക്കുക, കുടുംബത്തെ നമ്മൾ നോക്കുക. മരിക്കുന്ന സമയത്ത് അവർ തന്നെ നമ്മളെ കൂടെ പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലഹരി ഉപയോഗം പരമാവധി ഇല്ലാതാക്കുക എന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല, കാരണം നമ്മുടെ നാട് അങ്ങനെ ആയിപ്പോയി.